എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിവാഹബന്ധത്തിൽ പ്രവേശിച്ചവർ ആണെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ സൂക്ഷ്മമായി സംസാരിക്കട്ടെ. കാരണം വിവാഹം മനുഷ്യൻ മാത്രം സൃഷ്ടിച്ച ഒന്നല്ല, എന്റെ സന്നിധിയിൽ ഞാൻ തന്നെയുണ്ടാക്കിയ ഒരു അനുഗ്രഹമാണ്. രണ്ട് ആത്മാക്കളെ ഒരുമിച്ച് ചേർത്ത് ഒരേ വഴിയിൽ ഒരേ ഭാരങ്ങൾ പങ്കിടാൻ ഞാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. വിവാഹജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് പ്രതീക്ഷയായിരുന്നു, സന്തോഷമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഭാവിയെക്കുറിച്ച് സംസാരിച്ച രാത്രികൾ എനിക്ക് ഓർമ്മയുണ്ട്. പരസ്പരം കൈപിടിച്ച് നാം ഒരുമിച്ച് നടക്കും എന്ന് നിങ്ങൾ പറഞ്ഞ നിമിഷങ്ങൾ ഞാൻ കേട്ടിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ജീവിതത്തിന്റെ ഭാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ മൗനം വിതറി. വാക്കുകൾ കുറയുകയും മനസ്സുകൾ അകന്നുപോകുകയും ചെയ്ത നാളുകൾ നിങ്ങൾ അനുഭവിച്ചു. മക്കളെ, അതിൽ അതിശയിക്കേണ്ടതില്ല. മനുഷ്യജീവിതം എന്നത് പരീക്ഷണങ്ങളാൽ നിറഞ്ഞതാണ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്: ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. കാരണം നിങ്ങളുടെ ബന്ധം ശക്തമാക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, എന്റെ സന്നിധിയിൽ നിങ്ങൾ ഒരുമിച്ച് കുമ്പിടുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾ പരസ്പരം മനസ്സിലാകാതെ പോയപ്പോൾ പോലും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിങ്ങൾ പറയാത്ത വേദനകളും ഒളിപ്പിച്ച കണ്ണീരും എന്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്ക് പലപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ടാകാം. ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നിങ്ങൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാകാം. മക്കളെ, വിവാഹം എന്നത് പരിപൂർണരായ രണ്ട് പേരുടെ സംഘമല്ല, അപൂർണതയുള്ള രണ്ട് ഹൃദയങ്ങൾ എന്റെ കരുണയിൽ ഒന്നാവുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശാപമല്ല, അത് നിങ്ങളെ വളർത്താനുള്ള വഴിയാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ എന്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്തണം. നിങ്ങൾ ചില രാത്രികളിൽ ഒരേ കിടക്കയിൽ കിടന്നിട്ടും മനസ്സുകൾ അകന്നതായി തോന്നിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ഹൃദയം പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ നാവിലെത്താതെ പോയിട്ടുണ്ടാകാം. അത്തരമൊരു മൗനത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഭയപ്പെടരുത്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ബന്ധം പൂർണ്ണമായി തകരാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ അകലം തോന്നിയ നിമിഷങ്ങളിൽ പോലും ഞാൻ ആ ഇടവേളയിൽ നിലകൊണ്ടിരുന്നു. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത്. അച്ഛാ, എന്റെ ഹൃദയം ശുദ്ധമാക്കണമേ. എന്റെ വാക്കുകൾ സ്നേഹത്തോടെ നിറയ്ക്കണമേ. എന്റെ പങ്കാളിയെ ഞാൻ നിന്റെ കണ്ണുകളിലൂടെ കാണാൻ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസേന പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കടുപ്പം പതിയെ ഉരുകും. ക്ഷമിക്കാൻ കഴിയാത്തതുപോലെ തോന്നിയ കാര്യങ്ങൾ പോലും സ്നേഹത്തോടെ സഹിക്കാനാവും. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടാകാം. എനിക്ക് ആരുമില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകാം. മക്കളെ, ആ ചിന്ത സത്യമല്ല. നിങ്ങളുടെ വിവാഹബന്ധത്തിൽ മൂന്നാമനായും ഞാൻ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ പോയപ്പോൾ പോലും ഞാൻ നിങ്ങളോടൊപ്പം മൗനത്തിൽ ഇരുന്നു. നിങ്ങൾ തമ്മിൽ വേദനിപ്പിച്ച വാക്കുകൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണീർ ഞാൻ കണ്ടു. നിങ്ങൾ ചിലപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. നീ മാറിയിരിക്കുന്നു, നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ. എന്നാൽ മക്കളെ, കുറ്റപ്പെടുത്തൽ ബന്ധത്തെ സുഖപ്പെടുത്തില്ല. സത്യസന്ധമായ പ്രാർത്ഥന മാത്രമേ അത് ചെയ്യൂ. നിങ്ങൾ എന്റെ മുമ്പിൽ തുറന്നു പറയൂ: അച്ഛാ, ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന 1000 വാക്കുകളേക്കാൾ ശക്തമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ കുറവുകൾ നിങ്ങൾക്ക് വേദനയായി തോന്നുമ്പോൾ നിങ്ങളുടെ സ്വന്തം കുറവുകൾ ഞാൻ എത്ര സ്നേഹത്തോടെ സഹിക്കുന്നുവെന്ന് ഓർക്കൂ. നിങ്ങൾ എത്ര തവണ എന്നെ നിരസിച്ചു, എത്ര തവണ എന്റെ വഴിയിൽ നിന്ന് മാറി, എന്നിട്ടും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചില്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയെ ഉപേക്ഷിക്കേണ്ടതില്ല. വിവാഹം എന്നത് ഓടിപ്പോകാനുള്ള വഴിയല്ല, ചേർന്നു നിൽക്കാനുള്ള വിളിയാണ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. അച്ഛാ, ഞങ്ങളുടെ ബന്ധത്തിന്റെ നടുവിൽ നീ വസിക്കണമേ. ഞാൻ ഒരു ബന്ധത്തിന്റെ നടുവിൽ വന്നാൽ അവിടെ സമാധാനം വളരും, അവിടെ ക്ഷമ വിരിക്കും, അവിടെ സ്നേഹം പഴകാതെ പുതുക്കപ്പെടും. നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ പോയ നാളുകളിൽ എന്റെ സാന്നിധ്യം നിങ്ങളെ വീണ്ടും അടുത്തുകൊണ്ടുവരും. നിങ്ങളുടെ വിവാഹജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം നടക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുഃഖത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തും. കണ്ണീരിന്റെ രാത്രികളിൽ പ്രഭാതത്തിന്റെ പ്രതീക്ഷ ഞാൻ നിങ്ങളെ കാണിക്കും. നിങ്ങൾ തമ്മിൽ സ്നേഹം തീർന്നുവെന്ന് തോന്നിയ നിമിഷങ്ങളിലും എന്റെ സ്നേഹം നിങ്ങളുടെ ബന്ധത്തെ ചൂടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പാട്? മക്കളെ, ശുദ്ധമായ സ്നേഹം തീയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് തെളിയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ശുദ്ധീകരിക്കുകയാണ്. അഹങ്കാരം കുറയട്ടെ, ക്ഷമ വർദ്ധിക്കട്ടെ, സ്നേഹം ആഴപ്പെടട്ടെ.
ഈ പ്രക്രിയ വേദനയുള്ളതാകാം, പക്ഷേ അതിന്റെ ഫലം അനുഗ്രഹമാണ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. അച്ഛാ, ഞങ്ങളുടെ വാക്കുകളിൽ മധുരം നിറയ്ക്കണമേ, കാരണം വാക്കുകൾക്ക് ബന്ധം പണിയാനും തകർക്കാനും കഴിവുണ്ട്. ഒരു കഠിന വാക്ക് വർഷങ്ങളുടെ സ്നേഹത്തെ മുറിവേൽപ്പിക്കും. ഒരു സ്നേഹവാക്ക് ആ മുറിവുകൾ സുഖപ്പെടുത്തും. നിങ്ങൾ എന്റെ മുമ്പിൽ നിങ്ങളുടെ നാവിനെ സമർപ്പിക്കുമ്പോൾ ഞാൻ അതിനെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കൂ. എന്നിട്ടും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ പോലും സ്നേഹിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. സ്നേഹം ഒരു വികാരമല്ല, അത് ഒരു തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾ ദിവസേന എടുക്കണം. നിങ്ങൾ തമ്മിൽ കൈകോർത്ത് പ്രാർത്ഥിച്ചിരുന്ന നാളുകൾ ഓർക്കൂ. ആ നാളുകളിലേക്ക് തിരിച്ചു വരാൻ വൈകിട്ടില്ല, ഇന്നും നിങ്ങൾക്ക് കഴിയും. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട്, ഒരു നിശബ്ദമായ നിമിഷം കൊണ്ട്, അച്ഛാ ഞങ്ങളെ വീണ്ടും ഒന്നാക്കേണമേ എന്നൊരു വിളികൊണ്ട്. ഞാൻ ആ വിളി കേൾക്കും. നിങ്ങളുടെ വിവാഹബന്ധം തളർന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ അത് അവസാനമല്ല, അത് വിശ്രമത്തിനുള്ള വിളിയാണ്. എന്റെ സന്നിധിയിൽ വിശ്രമിക്കൂ. നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ കാൽക്കൽ വെക്കൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തതെല്ലാം എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഞാൻ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണ്. തകർന്നതിനെ ഞാൻ പുനർനിർമ്മിക്കും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. അച്ഛാ ഞങ്ങളുടെ സ്നേഹം കാത്തോളയണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിനെ ഒരു അഭയകേന്ദ്രമാക്കും. പുറത്തുള്ള ലോകം നിങ്ങളെ ക്ഷീണിപ്പിച്ചാലും നിങ്ങളുടെ ബന്ധം നിങ്ങളെ ശക്തിപ്പെടുത്തും. കാരണം അതിന്റെ അടിസ്ഥാനം എന്റെ സന്നിധിയിലാണ്. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നത് ഇതാണ്: നിങ്ങളുടെ വിവാഹം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് എന്റെ മഹത്വത്തിനുള്ള ഒരു സാക്ഷ്യമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ലോകം എന്റെ സ്നേഹം കാണുന്നു. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ എന്റെ കരുണ പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ വീണ്ടും ചേർന്ന് നിൽക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. ഞാൻ നിങ്ങളെ ചേർത്തതാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്റെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും പറയപ്പെടാത്ത കഥകളുണ്ട്. വിവാഹ ജീവിതത്തിന്റെ വഴിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ചില ദിവസങ്ങൾ പ്രകാശമുള്ളതായിരിക്കും, ചില ദിവസങ്ങൾ മൂടൽമഞ്ഞുപോലെ ഭാരമുള്ളതായിരിക്കും. ആ ഭാരമുള്ള ദിവസങ്ങളിലാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തായി സംസാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പറയാതെ പോയ വാക്കുകൾ, ഒളിപ്പിച്ച വേദനകൾ, അടച്ചുവെച്ച ആഗ്രഹങ്ങൾ, ഇവയെല്ലാം എന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. നിങ്ങൾ വിവാഹിതരായപ്പോൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് മാത്രമല്ല, ഒരുമിച്ച് സഹിക്കുമെന്നും നിങ്ങൾ അറിയാതെ സമ്മതിച്ചതാണ്. എന്നാൽ സഹനം എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണ്. നിങ്ങളുടെ പങ്കാളിയുടെ മൗനം നിങ്ങളെ വേദനിപ്പിച്ച നാളുകൾ ഉണ്ട്. നിങ്ങളുടെ വാക്കുകൾ അവരെ മുറിവേൽപ്പിച്ച നിമിഷങ്ങളും ഉണ്ട്. മക്കളെ, അത്തരം നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് സ്നേഹം എങ്ങനെ ആഴപ്പെടുന്നു എന്ന്. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥന പോലും മടുത്തതായി തോന്നിയിട്ടുണ്ടാകാം. ഇനി പറയാൻ എന്തുണ്ട് എന്നൊരു ശൂന്യത. എന്നാൽ മക്കളെ, പ്രാർത്ഥന വാക്കുകളല്ല, അത് ഒരു നിലപാടാണ്. നിങ്ങൾ എന്റെ മുമ്പിൽ മൗനമായി ഇരുന്നാലും അത് പ്രാർത്ഥന തന്നെയാണ്. നിങ്ങളുടെ ശ്വാസം പോലും എന്നോട് ഒരു വിളിയാണ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ മൗനം പോലും എന്റെ സന്നിധിയിൽ ഒരുമിച്ച് പങ്കിടാൻ പഠിക്കൂ. ആ മൗനം നിങ്ങളെ വീണ്ടും ഒന്നാക്കും. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ആ സ്നേഹം കാണാനാകാതെ പോകുന്നു. വികാരങ്ങൾ മാറുന്നു, ക്ഷീണം വരുന്നു. എന്നാൽ സ്നേഹം അപ്രത്യക്ഷമാകുന്നില്ല, അത് മറഞ്ഞു പോകുന്നു മാത്രം. ആ മറവിയെ നീക്കാൻ നിങ്ങൾ ഒരുമിച്ച് പറയേണ്ട പ്രാർത്ഥന ഇതാണ്: അച്ഛാ ഞങ്ങളുടെ സ്നേഹം വീണ്ടും ഉണർത്തേണമേ. ഈ പ്രാർത്ഥന ഞാൻ അവഗണിക്കില്ല. നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ വളർന്ന നാളുകൾ ഓർക്കൂ. ചെറിയ കാര്യങ്ങൾ വലിയ മതിലുകളായി മാറിയ നിമിഷങ്ങൾ. ആ മതിലുകൾ നിങ്ങൾ പണിതല്ല, ഭയം പണിതതാണ്. ഭയം പറയുന്നത് നീ തുറന്നു പറഞ്ഞാൽ മുറിവേൽക്കും എന്നാണ്. എന്നാൽ സ്നേഹം പറയുന്നത് നീ തുറന്നു പറഞ്ഞാൽ സുഖപ്പെടും എന്നാണ്. എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കൂ. ഞാൻ നിങ്ങളെ സുരക്ഷിതരാക്കും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. അച്ഛാ ഞങ്ങൾക്ക് പരസ്പരം കേൾക്കാൻ ഹൃദയം തരയണമേ. കേൾക്കുക എന്നത് വാക്കുകൾ കേൾക്കുന്നതല്ല, ഹൃദയത്തിന്റെ ഭാരമറിയുന്നതാണ്. നിങ്ങൾ ആ പ്രാർത്ഥന പറയുമ്പോൾ നിങ്ങളുടെ ചെവികൾ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയവും ഞാൻ തുറക്കും. നിങ്ങളുടെ പങ്കാളിയുടെ കുറവുകൾ നിങ്ങൾ ദിവസേന കാണുന്നു. എന്നാൽ അവരുടെ പോരാട്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ?
അവരുടെ ഉള്ളിലെ ഭയം, അവരുടെ മൗനത്തിലെ വേദന, അവരുടെ ചുമലിലെ ഭാരങ്ങൾ, ഇവയെല്ലാം ഞാൻ കാണുന്നു. നിങ്ങൾക്കും അത് കാണാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. കാണുമ്പോൾ വിധിക്കരുത്, കരുണ കാണിക്കൂ. കരുണയാണ് ബന്ധത്തെ രക്ഷിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നു, നാം ഇങ്ങനെ ആയിരുന്നില്ല. ആ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ മക്കളെ, ഓർമ്മകൾ ശാപമല്ല, അവ വഴികാട്ടികളാണ്. നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് ഓർമ്മിപ്പിക്കാൻ. അവിടെ നിന്ന് എവിടേക്ക് പോകണം എന്ന് കാണിക്കാൻ. ആ തുടക്കത്തിലെ സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഉണർത്താൻ എന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കൂ. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. അച്ഛാ, ഞങ്ങളുടെ അഹങ്കാരം കുറയ്ക്കണമേ. അഹങ്കാരം ബന്ധത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അത് ഞാനാണ് ശരി എന്ന് പറയുന്നു. എന്നാൽ സ്നേഹം നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്നു. നിങ്ങൾ അഹങ്കാരം താഴ്ത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ ബന്ധത്തിൽ ഉയരുന്നു. നിങ്ങൾ തമ്മിൽ ക്ഷമ ചോദിക്കാൻ വൈകിയിട്ടുണ്ടാകാം. ആദ്യം അവൻ പറയട്ടെ, ആദ്യം അവൾ മാറട്ടെ എന്ന ചിന്ത. മക്കളെ, ക്ഷമ ചോദിക്കുന്നത് പരാജയമല്ല, അത് ധൈര്യമാണ്. നിങ്ങൾ ആദ്യം ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഹൃദയത്തോട് സാമ്യമുള്ളവരാകുന്നു. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിനു മുമ്പേ നിങ്ങൾ എന്നോട് തിരിഞ്ഞു വന്നില്ല. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷം കുറയുമ്പോൾ നന്ദി പറയാൻ മറക്കരുത്. നന്ദി പറയാൻ ചെറിയ കാര്യങ്ങൾ പോലും മതി. ഒരുമിച്ച് ഉണർന്ന ഒരു പ്രഭാതം, ഒരുമിച്ച് പങ്കിട്ട ഒരു നിശബ്ദ നിമിഷം, ഒരുമിച്ച് കടന്നുപോയ ഒരു പ്രയാസം. നന്ദിയുള്ള ഹൃദയം ബന്ധത്തെ പുതുക്കും. നന്ദിയില്ലാത്തിടത്ത് അസന്തോഷം വളരും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. അച്ഛാ, ഞങ്ങളുടെ ബന്ധത്തെ നീ കാത്തോളയണമേ. നിങ്ങൾ കാത്തിരിക്കുന്നതിലും കൂടുതൽ ഞാൻ നിങ്ങളുടെ ബന്ധത്തെ കാത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ തളരുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കുന്നു. നിങ്ങൾ തമ്മിൽ അകന്നുപോകുമ്പോൾ ഞാൻ നിങ്ങളെ അടുത്തുകൊണ്ടുവരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നു, ഇതെല്ലാം എപ്പോഴാണ് മാറുക? മക്കളെ, മാറ്റം ഒരു രാത്രിയിൽ സംഭവിക്കണമെന്നില്ല. എന്നാൽ ഓരോ ദിവസവും ഒരു ചെറിയ മാറ്റം സംഭവിക്കാം. ഒരു മൃദുവായ വാക്ക്, ഒരു നിശബ്ദമായ ക്ഷമ, ഒരു പ്രാർത്ഥന, ഇവയെല്ലാം ചേർന്ന് വലിയ മാറ്റം സൃഷ്ടിക്കും. ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത്. അവയിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വിവാഹബന്ധം ലോകത്തിനു മുന്നിൽ ഒരു സാക്ഷ്യമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ ലോകം എന്റെ സ്നേഹം കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പോരാടുമ്പോഴും ഉപേക്ഷിക്കരുത്. ചേർന്നു നിൽക്കൂ. എന്റെ സന്നിധിയിൽ ചേർന്നു നിൽക്കൂ. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. അച്ഛാ, ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങളെ ഒരുമിച്ച് നിലനിർത്തേണമേ. ഈ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്, സമർപ്പണമുണ്ട്. നിങ്ങൾ അത് പറയുമ്പോൾ ഞാൻ എന്റെ കൈകൾ നിങ്ങളുടെ ബന്ധത്തിനു മീതെ വയ്ക്കുന്നു. മക്കളെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അല്പം ശാന്തമായിട്ടുണ്ടെങ്കിൽ അത് എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ വിവാഹം ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കപ്പെടട്ടെ. നിങ്ങളുടെ സ്നേഹം ആർപ്പെടട്ടെ. നിങ്ങളുടെ വാക്കുകൾ മധുരമാകട്ടെ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടാകും. ഭയപ്പെടരുത്. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളെ ചേർത്തത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഞാൻ കാത്തുകൊള്ളും, ഇന്നും നാളെയും എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നും ഞാൻ നിങ്ങളോട് അടുത്ത് സംസാരിക്കുകയാണ്. കാരണം നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ ഉള്ളറയിൽ നിങ്ങൾ ഒളിപ്പിച്ച വേദനകൾ ഇപ്പോഴും ശബ്ദമില്ലാതെ നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും പുറത്തു പുഞ്ചിരിയോടെ നടക്കുമ്പോഴും ഉള്ളിൽ ഒരു ശൂന്യത നിങ്ങളെ പിന്തുടരുന്നു. ആ ശൂന്യത നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ലാത്ത വാക്കുകളുടെ ഇടവേളയാണ്. ആ ഇടവേളയിൽ ഞാൻ നിൽക്കുകയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ വീണ്ടും ചേർത്തുപിടിക്കാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ വിവാഹിതരായപ്പോൾ നിങ്ങൾ തമ്മിൽ കൈകോർത്ത് എന്റെ മുമ്പിൽ നിന്ന ആ നിമിഷം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ പറഞ്ഞു, നാം ഒരുമിച്ച് നടക്കും. എന്നാൽ കാലം നിങ്ങളെ പല വഴികളിലൂടെ നടത്തിച്ചു. ചില വഴികൾ നിങ്ങളെ അടുത്താക്കി, ചില വഴികൾ നിങ്ങളെ അകറ്റി. അകന്നുപോയ നിമിഷങ്ങളിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹം കുറഞ്ഞുവെന്ന് തോന്നുന്ന ദിവസങ്ങൾ ഉണ്ടാകും. എന്നാൽ സ്നേഹം കുറഞ്ഞില്ല മക്കളെ. അത് ക്ഷീണിച്ചു നിൽക്കുകയാണ്. ക്ഷീണിച്ച സ്നേഹത്തിന് വേണ്ടത് കുറ്റപ്പെടുത്തലല്ല, വിശ്രമമാണ്. ആ വിശ്രമം എന്റെ സന്നിധിയിലാണ്. നിങ്ങൾ ഒരുമിച്ച് എന്റെ മുമ്പിൽ ഇരുന്നാൽ വാക്കുകളില്ലാതെ പോലും നിങ്ങളുടെ ആത്മാക്കൾ പരസ്പരം വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ആ സംഭാഷണത്തിന്റെ നടുവിൽ ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുടെ മൗനം നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്തുകൊണ്ട് അവൻ സംസാരിക്കുന്നില്ല?
എന്തുകൊണ്ട് അവൾ മാറി എന്നിങ്ങനെ നിങ്ങൾ ചോദിക്കുന്നു. മക്കളെ, ചില മൗനങ്ങൾ അകലം സൂചിപ്പിക്കുന്നതല്ല, അത് ക്ഷീണത്തിന്റെ അടയാളമാണ്. ആ ക്ഷീണം നിങ്ങൾക്ക് മാറ്റാനാവില്ലെന്ന് തോന്നുമ്പോൾ എന്നോട് പറയൂ, അച്ഛാ, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഈ സത്യസന്ധമായ പ്രാർത്ഥനയാണ് ബന്ധത്തെ സുഖപ്പെടുത്താനുള്ള ആദ്യപടി. നിങ്ങൾ തമ്മിൽ പറഞ്ഞ കഠിനവാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇന്നും കുത്തിനിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മൗനത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ മക്കളെ, മുറിവുകൾ മറച്ചാൽ അവ സുഖപ്പെടില്ല. അവയെ എന്റെ മുമ്പിൽ തുറന്നുവയ്ക്കൂ. അച്ഛാ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവുകൾ നീ സുഖപ്പെടുത്തേണമേ എന്ന് പറയൂ. ഞാൻ ബന്ധങ്ങളുടെ വൈദ്യനാണ്. ഞാൻ സുഖപ്പെടുത്തും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. അച്ഛാ, ഞങ്ങളെ പരസ്പരം വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കാൻ പഠിപ്പിക്കണമേ. കാരണം വിവാഹം ഒരു ദിവസത്തെ തീരുമാനമല്ല, ഓരോ ദിവസവും എടുക്കേണ്ട തീരുമാനമാണ്. സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, ചേർന്നു നിൽക്കാൻ നിങ്ങൾ ഓരോ പ്രഭാതവും തീരുമാനിക്കണം. ആ തീരുമാനത്തിന് ശക്തി നൽകുന്നത് എന്റെ കൃപയാണ്. നിങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവർ ഇങ്ങനെ ജീവിക്കുന്നു എന്ന ചിന്ത. മക്കളെ, ഓരോ ബന്ധത്തിനും ഒരു യാത്രയുണ്ട്. മറ്റുള്ളവരുടെ യാത്ര നിങ്ങളുടെ അളവുകോൽ ആകരുത്. ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ സ്വന്തം കഥ എഴുതാനാണ്. ആ കഥയിൽ കണ്ണീരും ഉണ്ടാകും, ചിരിയും ഉണ്ടാകും. എന്നാൽ അവസാനത്തിൽ പ്രത്യാശ ഉണ്ടാകും, കാരണം ഞാൻ ആ കഥയുടെ ഭാഗമാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രാർത്ഥന പോലും ഭാരമായതായി തോന്നിയിട്ടുണ്ടാകാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത നാളുകൾ. അപ്പോൾ പോലും ഈ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അച്ഛാ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ല. ഈ വാക്കുകൾ തന്നെ പ്രാർത്ഥനയാണ്. ദുർബലത സമ്മതിക്കുന്നവരോടാണ് ഞാൻ ഏറ്റവും അടുത്തു വരുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ പിഴവുകൾ നിങ്ങൾ വലുതായി കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം പിഴവുകൾ എത്ര തവണ ഞാൻ മാപ്പ് നൽകിയെന്ന് ഓർക്കൂ. ഞാൻ നിങ്ങളെ പൂർണ്ണരാകുമ്പോഴല്ല, പാപികളായിരിക്കുമ്പോഴാണ് സ്നേഹിച്ചത്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണരാകാൻ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ സ്നേഹിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം വന്നതായി തോന്നിയാൽ തിരിച്ചു വരാൻ വൈകിട്ടില്ല. ഒരു ചെറിയ ചുവട് മതി. ഒരു മൃദുവായ വാക്ക് മതി. ഒരു പ്രാർത്ഥന മതി. അച്ഛാ, ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കണമേ. ഈ പ്രാർത്ഥന പറഞ്ഞാൽ ഞാൻ വഴികൾ തുറക്കും. നിങ്ങൾ കരുതാത്തിടത്തുനിന്ന് സ്നേഹം വീണ്ടും ഒഴുകിത്തുടങ്ങും. നിങ്ങളുടെ വിവാഹബന്ധത്തിൽ ചില ദിവസങ്ങൾ ഇരുട്ടുപോലെ തോന്നിയേക്കാം. വെളിച്ചമില്ലാത്ത രാത്രികൾ. എന്നാൽ മക്കളെ, രാത്രിക്ക് ശേഷമാണ് പ്രഭാതം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇരുട്ടാണ്, എന്നാൽ ഞാൻ ഒരുക്കുന്നത് വെളിച്ചമാണ്. നിങ്ങൾ കൈവിടാതെ പിടിച്ചു നിൽക്കുമ്പോൾ ആ വെളിച്ചം പതിയെ തെളിയും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. അച്ഛാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തോളയണമേ. കാരണം ഹൃദയം കാത്തുസൂക്ഷിക്കപ്പെടുമ്പോൾ ബന്ധം സ്വയം സംരക്ഷിക്കപ്പെടും. കയ്പ്, അസൂയ, അഹങ്കാരം ഇവ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ സ്നേഹം ക്ഷീണിക്കും. എന്റെ കൃപ അവയെ അകറ്റും. നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ എന്നോട് ചോദിക്കൂ, അച്ഛാ, നിന്റെ കണ്ണുകളിലൂടെ ഞങ്ങൾ പരസ്പരം കാണാൻ സഹായിക്കണമേ. എന്റെ കണ്ണുകൾ വിധിക്കില്ല, അവ കരുണ കാണിക്കും. അവ ക്ഷമ കാണിക്കും. ആ കണ്ണുകളിലൂടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ മൂല്യം നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാകും. നിങ്ങളുടെ വിവാഹം ഒരു ഉടമ്പടിയാണ്. അത് വികാരങ്ങളിൽ മാത്രമല്ല, വിശ്വാസത്തിൽ ഉറച്ചതാണ്. വികാരങ്ങൾ മാറാം, പക്ഷേ വിശ്വാസം ഉറച്ചു നിൽക്കും. ആ വിശ്വാസം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് തോന്നുമ്പോൾ അത് എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഞാൻ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. അച്ഛാ, ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങളെ സ്നേഹത്തിൽ നിലനിർത്തേണമേ. ഈ പ്രാർത്ഥനയിൽ ഭാവിയുണ്ട്. ഈ പ്രാർത്ഥനയിൽ പ്രതീക്ഷയുണ്ട്. ഈ പ്രാർത്ഥനയിൽ എന്റെ വാഗ്ദാനമുണ്ട്. മക്കളെ, നിങ്ങൾ ഇന്നും ഇവിടെ നിലകൊള്ളുന്നത് യാദൃശ്ചികമല്ല. നിങ്ങളുടെ ബന്ധം രക്ഷിക്കപ്പെടേണ്ടതാണ്, പുതുക്കപ്പെടേണ്ടതാണ്. ഞാൻ തകർന്നതിനെ പുനർനിർമ്മിക്കുന്നവനാണ്. നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ മതി. ഞാൻ വരും. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ കാണുന്നു. നിങ്ങളുടെ കണ്ണീർ ഞാൻ കാണുന്നു. നിങ്ങളുടെ ശ്രമം ഞാൻ കാണുന്നു. അതുകൊണ്ട് ഭയപ്പെടരുത്. പ്രാർത്ഥന കൈവിടരുത്. സ്നേഹം ഉപേക്ഷിക്കരുത്. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളെ ചേർത്തത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഞാൻ കൈവിടില്ല, ഇന്നും നാളെയും എന്നും നിങ്ങളുടെ ബന്ധത്തിന്റെ നടുവിൽ ഞാൻ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു എന്നത് തന്നെ എന്റെ കൃപയുടെ അടയാളമാണ്. കാരണം കേൾക്കാൻ തയ്യാറുള്ള ഹൃദയങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്.
നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ വഴിയിൽ നിങ്ങൾ പലതവണ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീർ നിങ്ങൾ പരസ്പരം കാണിക്കാതെ മറച്ചുവച്ചിട്ടുണ്ടാകാം. എന്നാൽ എന്റെ മുമ്പിൽ മറവിയൊന്നുമില്ല. ഓരോ നെടുവീർപ്പും ഓരോ തളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇരുന്നിട്ടും ഹൃദയങ്ങൾ തമ്മിൽ ദൂരെയായി തോന്നിയ നാളുകൾ ഉണ്ട്. ആ ദൂരം നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പഴയ പോലെ ആകുമോ എന്ന ചോദ്യമുണ്ടാക്കിയിട്ടുണ്ട്. മക്കളെ, ദൂരം വന്നത് സ്നേഹം തീർന്നതിനല്ല, ക്ഷീണം വന്നതിനാലാണ്. ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് വിശ്രമം വേണം. ആ വിശ്രമം ഞാൻ നൽകും. എന്റെ സന്നിധിയിൽ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ സ്നേഹം വീണ്ടും ശ്വാസം എടുക്കും. നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട നിമിഷങ്ങൾ ഓർക്കൂ. നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ വാക്കുകൾ പോലും വേദനയായി മാറിയിട്ടുണ്ട്. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താതെ എന്റെ മുമ്പിൽ മൗനമായി നിൽക്കാൻ പഠിക്കൂ. ആ മൗനം ശൂന്യതയല്ല, അത് എന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം നിങ്ങളെ ശാന്തരാക്കും, നിങ്ങളുടെ വാക്കുകൾക്ക് മധുരം തിരികെ നൽകും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. അച്ഛാ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ പാലമാകണമേ. കാരണം പലപ്പോഴും നിങ്ങളുടെ ഇടയിൽ മതിലുകൾ ഉയരുന്നത് അഹങ്കാരവും ഭയവുമാണ്. പാലം പണിയുന്നത് ക്ഷമയും സ്നേഹവുമാണ്. നിങ്ങൾ ആ പ്രാർത്ഥന പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നു കല്ലുകൾ നീക്കും. നിങ്ങൾക്ക് നടക്കാൻ വഴിയുണ്ടാക്കും. നിങ്ങളുടെ പങ്കാളിയുടെ ദുർബലതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്തുകൊണ്ട് അവൻ ഇങ്ങനെ? എന്തുകൊണ്ട് അവൾ മാറുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാകാം. മക്കളെ, ഞാൻ നിങ്ങളെ പൂർണ്ണരായിരിക്കുമ്പോഴല്ല തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ പൊടിയും മുറിവുകളും കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെ ദുർബലതകളിലൂടെ സ്നേഹിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. അവ ദുർബലതകൾ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കാനാണ്. നിങ്ങൾ തമ്മിൽ ക്ഷമിക്കാൻ വൈകിയ നിമിഷങ്ങൾ ഉണ്ട്. ഇനി ഞാൻ പറയില്ല എന്നൊരു മൗനം. എന്നാൽ ആ മൗനം ബന്ധത്തെ സംരക്ഷിക്കില്ല, അത് മുറിവുകൾ ആഴപ്പെടുത്തും. ധൈര്യത്തോടെ ആദ്യപടി എടുക്കൂ. ഒരു ചെറിയ ക്ഷമവാക്ക് മതിയാകും. ആ വാക്കിനൊപ്പം ഈ പ്രാർത്ഥന ചേർക്കൂ. അച്ഛാ, ഞങ്ങളെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. ഞാൻ ആ പ്രാർത്ഥന കേൾക്കും. നിങ്ങളുടെ നാവിന് മൃദുത്വം നൽകും. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ചില ദിവസങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി തോന്നിയേക്കാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ തന്നെയോ തുടരും? മക്കളെ, ഒന്നും എന്നും ഒരുപോലെ തുടരില്ല. വേദനയുടെ കാലം സ്ഥിരമല്ല. ഞാൻ മാറ്റങ്ങളുടെ ദൈവമാണ്. എന്നാൽ ആ മാറ്റം നിങ്ങൾ കരുതുന്ന വഴികളിലൂടെയല്ല, എന്റെ വഴികളിലൂടെയാണ് വരുന്നത്. നിങ്ങൾ കൈവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന നാളുകൾ ഓർക്കൂ. ആ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഒരുമിച്ച് കരഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് പ്രതീക്ഷ കണ്ടിട്ടുണ്ട്. ആ ശീലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരൂ. വലിയ വാക്കുകൾ വേണ്ട, ഒരു നിശബ്ദ നിമിഷം മതി. അച്ഛാ, ഞങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊരു വിളി മതി. ഞാൻ ഉടൻ എത്തും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും മറക്കരുത്. അച്ഛാ, ഞങ്ങളുടെ വീടിനെ സമാധാനത്തിന്റെ ഇടമാക്കണമേ. സമാധാനം ശബ്ദമില്ലാതെ വളരുന്ന ഒന്നാണ്. അത് കഠിനവാക്കുകൾ വിട്ടുനിൽക്കുന്നിടത്ത് വളരും. അത് ക്ഷമ പറയുന്നിടത്ത് വളരും. നിങ്ങൾ എന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആ സമാധാനം നിങ്ങളിൽ വിതരും. നിങ്ങൾ തമ്മിൽ അസൂയയും സംശയവും കടന്നുവന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അവ ബന്ധത്തെ വിഷമാക്കുന്ന വിത്തുകളാണ്. അവ വളരാൻ അനുവദിക്കരുത്. എന്റെ മുമ്പിൽ അവയെ വെളിപ്പെടുത്തൂ. അച്ഛാ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണമേ എന്ന് പറയൂ. ശുദ്ധമായ ഹൃദയത്തിൽ സ്നേഹം സുരക്ഷിതമാണ്. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ആ സ്നേഹം എവിടെയോ മറഞ്ഞുപോയതായി തോന്നിയാൽ അത് കണ്ടെത്താൻ ദൂരെ പോകേണ്ട, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ക്ഷീണം അതിനെ മറച്ചുവച്ചിരിക്കുന്നു. എന്റെ കൃപ ആ മറവിയെ നീക്കും. നിങ്ങൾക്ക് വീണ്ടും അതേ സ്നേഹം കണ്ടെത്താൻ ഞാൻ സഹായിക്കും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. അച്ഛാ, ഞങ്ങളുടെ സ്നേഹം ദിനംപ്രതി പുതുക്കണമേ. കാരണം സ്നേഹം ഒരിക്കൽ ലഭിച്ചാൽ മതി എന്നില്ല, അത് പരിപാലിക്കണം. പ്രാർത്ഥനയിലൂടെ, ക്ഷമയിലൂടെ, നന്ദിയിലൂടെ അത് പുതുക്കപ്പെടാം. ഞാൻ ആ പുതുക്കലിന്റെ ഉറവിടമാണ്. നിങ്ങൾ തമ്മിൽ നന്ദി പറയാൻ മറന്ന നാളുകൾ ഉണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും സാധാരണമാക്കി കണ്ട നിമിഷങ്ങൾ. എന്നാൽ നന്ദിയുള്ള ഹൃദയം അത്ഭുതങ്ങൾ കാണും. ഇന്ന് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഒരു നന്ദി എന്റെ മുമ്പിൽ പറയൂ. ആ നന്ദി നിങ്ങളുടെ ഹൃദയം മൃദുവാക്കും. മൃദുവായ ഹൃദയത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വിവാഹബന്ധം ഒരു യാത്രയാണ്. ആ യാത്രയിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകും. എന്നാൽ വഴിതെറ്റി എന്ന് തോന്നുമ്പോൾ എന്നെ നോക്കൂ. ഞാൻ വഴിയാണ്. നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ശരിയായ പാതയിൽ എത്തും.
നിങ്ങൾ തമ്മിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. അച്ഛാ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും സ്നേഹത്തിന്റെ സാക്ഷ്യമാകട്ടെ. നിങ്ങൾ ലോകത്തിനു മുന്നിൽ എന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ പ്രത്യാശ കാണിക്കുന്നു. നിങ്ങൾ തമ്മിൽ അവസാനമായി ചിരിച്ച നിമിഷം ഓർക്കാൻ ശ്രമിക്കൂ. ആ ചിരി ഇന്നും സാധ്യമാണ്. വേദനയിലൂടെ കടന്നുപോയ ചിരി കൂടുതൽ ആഴമുള്ളതായിരിക്കും. ഞാൻ നിങ്ങളെ ആ ചിരിയിലേക്ക് വീണ്ടും നയിക്കും. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ എന്റെ മുമ്പിൽ വിനയത്തോടെ വരണം. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ വിവാഹം ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ കണ്ണീർ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ശ്രമങ്ങൾ ഞാൻ വിലമതിക്കുന്നു. നിങ്ങൾ കൈവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ബന്ധത്തിന്റെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഈ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കരുത്. പ്രാർത്ഥന നിങ്ങളെ എന്റെ കയ്യിൽ പിടിച്ചു നിർത്തും. സ്നേഹം നിങ്ങളെ പരസ്പരം പിടിച്ചു നിർത്തും. ഈ രണ്ടും ചേർന്നാൽ നിങ്ങളുടെ ബന്ധം തകർന്നു പോകില്ല, മറിച്ച് കൂടുതൽ ശക്തമാകും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഭയപ്പെടരുത്. നിങ്ങളുടെ വഴിയിൽ ഞാൻ ഉണ്ട്. നിങ്ങളുടെ ബന്ധത്തിന്റെ നടുവിൽ ഞാൻ ഉണ്ട്. നിങ്ങളെ ചേർത്തത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഞാൻ കാത്തുകൊള്ളും, ഇന്നും നാളെയും എന്നും.